എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടത്തിന്റെ ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മാതൃഭൂമി ബുക്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തകം, വായന, മനുഷ്യൻ എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി. വായനയിലേക്ക് അവരവരുടെ ബോധ്യങ്ങളെ കൂടി ചേർത്തു വെക്കുമ്പോഴാണ് അത് മറ്റൊരു വിശദീകരണത്തിന് ആധാരമാകുന്നതെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം തന്റെ ഓർമ്മകളും മനുഷ്യരുമെന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അതാണ് പുസ്തകത്തിലുള്ളത്. അതിങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല. ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് എഴുതാനുള്ള പ്രേരണ നമ്മുടെ ഷിബു വരികയിലെ ഒരു കോളം വേണം എന്നിങ്ങനെ പറയുകയും ആദ്യത്തെ ഒരു ആലോചന എന്നത് എനിക്ക് നേരത്തെ സൂചിപ്പിച്ച മാതൃഭൂമി ബുക്സ് സംഘടിപ്പിച്ച ചടങ്ങിൽ പുസ്തകം, വായന, മനുഷ്യൻ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. എഴുത്തുകാരി സുധാ മേനോൻ പുസ്തകം പ്രകാശനം ചെയ്തു. എനിക്ക് വളരെ പ്രിയപ്പെട്ട, എന്നോട് അടുത്ത് നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരാളാണ് എനിക്ക് മാഷ്. അങ്ങനെ ഒരു മൈത്രി ഭാവം എല്ലായ്പ്പോഴും മാഷ് എന്നോട് കാണിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവവും ഈ ഒരു ജനാധിപത്യ ബോധവും മൈത്രി ഭാവവുമാണ്. മാഷ് തുടർച്ചയായിട്ട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നീതിയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും സഹോദരത്തെക്കുറിച്ചുമുള്ള ചിന്തകളാണ് പല മനുഷ്യരുടെ രൂപത്തിൽ പല പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടും സ്ഥാപനങ്ങളെക്കുറിച്ചിട്ടായാലും ഒക്കെ ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയെ ചേർത്തുവെക്കുന്ന പുസ്തകമാണിതെന്ന് അവർ പറഞ്ഞു. എഴുത്തുകാരനും കണ്ണൂർ സർവകലാശാല മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ റഫീഖ് ഇബ്രാഹിം പുസ്തകം ഏറ്റുവാങ്ങി. മാതൃഭൂമി കണ്ണൂർ യൂണിറ്റ് റീജിയണൽ മാനേജർ ജഗദീഷ് ജി അധ്യക്ഷനായി. മാതൃഭൂമി ബുക്സ് സീനിയർ മാനേജർ കെ നൌഷാദ്, മാതൃഭൂമി സ്റ്റാഫ് റിപ്പോർട്ടർ ഇ വി ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.